നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇത് KPCC പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന പരിപാടിയല്ല, ഇത് കേരളത്തിന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ ആളുകൾ വോട്ട് ചെയ്തപ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ കണ്ടുക? UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരാൾ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഒരു VD സതീശൻ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്ന് വെച്ചോ, പക്ഷേ ഈ MLA-മാരിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആകണമെന്ന് ഈ ജനങ്ങൾ ആഗ്രഹിച്ച് കാണില്ലേ? ഞാൻ വോട്ട് ചെയ്യുന്ന MLA അല്ലെങ്കിൽ മറ്റവൻ വോട്ട് ചെയ്യുന്ന MLA അവർ ജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കില്ലേ? ഈ MLA-മാരാരുമല്ലാത്ത ഒരാൾ ഒന്ന് മുഖ്യമന്ത്രിയാവുന്നതിനെക്കുറിച്ച് ഈ ജനങ്ങളിൽ ഒരാളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമോ? ഈ പറയുന്ന ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന MLA-മാർ നിയുക്ത MLA-മാരല്ലാതെ ആരെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചു കാണുമോ? അങ്ങനെ ഒരു ആഗ്രഹം കേരള ജനതയ്ക്കില്ല. അങ്ങനെ കേരള ജനത ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ പിന്നെ എങ്ങനെയാണ് ഈ MLA-മാരിലൊന്നും പെടാത്ത ഒരാൾ വന്ന് ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പറയുക? അദ്ദേഹം ഓപ്പണായി പറഞ്ഞില്ല എന്ന് പോട്ടെ, പക്ഷേ നമുക്കറിയാമല്ലോ, അദ്ദേഹം ഈ ചർച്ചയൊക്കെ നടക്കുമ്പോൾ പറയാലോ, KC വേണുഗോപാലിന് പറയാലോ, ഞാൻ ഈ പരിപാടിക്കില്ല, ഞാൻ AICC ജനറൽ സെക്രട്ടറിയാണ്, ഞാൻ ഇന്ത്യയിൽ ഒട്ടാകെ പാർട്ടിയെ വളർത്താൻ വേണ്ടി രംഗത്ത് വന്ന ആളാണ്, ഞാനൊരു സംസ്ഥാനത്ത് പോയി അവിടെ മുഖ്യമന്ത്രിയെ ഒതുങ്ങിക്കൂടേണ്ട ഒരാളല്ല എന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. നിജേഷ് അരവിന്ദ് പോസ്റ്റ് ഇട്ട് ഒറ്റ വാക്കിൽ തീരാവുന്നതേ ഉള്ളൂ. അതേ ഉള്ളൂ പ്രശ്നം. ഇനി ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഈ പറയുന്ന ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രകടനം KPCC വിലക്കിയിട്ടുണ്ട്, സതീശൻ തന്നെ പ്രകടനം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും പ്രകടനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ അവസാനം VD സതീശൻ മുഖ്യമന്ത്രിയാവുന്നതോടുകൂടി KC വേണുഗോപാലിൻ്റെ ഡാമേജ് കൂടുകയുള്ളൂ. ഇനി KC മുഖ്യമന്ത്രിയായി എന്നിരിക്കുക, അപ്പോഴും KC വേണുഗോപാലിന് തന്നെയാണ് ഡാമേജ്. പാർട്ടിക്കുള്ള ഡാമേജ് വേറെ. KC വേണുഗോപാലിന് എന്ത് സംഭവിക്കും? അതിനുശേഷം അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടണം. ആ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലാണ് ജനങ്ങളുടെ രോഷം, ഇത്തരത്തിലാണ് ജനങ്ങൾ VDയെ അനുകൂലിക്കുന്നതെങ്കിൽ എന്തായിരിക്കും KCയുടെ ഭാവി? അപ്പോൾ KCക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ ഡാമേജ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡാമേജാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ പറയുന്ന നേരത്തെ നിഷേധ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വ്യക്തിയാധിഷ്ഠിതമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്കെന്ത് കിട്ടും, ഞാൻ എവിടെ വരെ എത്തും, എനിക്ക് ഏതൊക്കെ പദവികൾ കിട്ടുമെന്നുള്ള അവസ്ഥ പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ മിക്കപ്പോഴും അവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ജീവിതത്തിലെ വലിയ അഭിലാഷം കൈവരാനുള്ളൊരു അവസരം കൈവന്നുമ്പോൾ അത് നേടിയെടുക്കാനുള്ള വലിയ ത്വര ഇവർക്കൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇതിലൊന്നും ഞാൻ ആ ഭാഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് കൊണ്ട് തീരാവുന്ന പ്രശ്നം തീർക്കാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്ന അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനങ്ങളുടെ അഭിലാഷം പൂവണിയിക്കുക എന്നുള്ളതാണ് ഈ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത്. അത് അവർ ചെയ്തേ പറ്റൂ. കാരണം ഈ പറയുന്ന ജനങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങിയത് എന്താണ്? VD സതീശന് ഈ അവസരം നിഷേധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പെട്ടേക്കാം എന്നുള്ളൊരു ആശങ്കയുടെ പുറത്താണ് ഇവരൊക്കെ വന്നത്. ഇനി അദ്ദേഹത്തിന് അവസരം നിഷേധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല രോഷം. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ KC വേണുഗോപാലിനും വേണം, രമേശ് ചെന്നിത്തലയ്ക്കും വേണം, ഹൈക്കമാൻഡിനും വേണം. അതില്ലാത്തടത്തോളം കാലം ഇനി വരാൻ പോകുന്നത്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലുണ്ടല്ലോ, ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ UDF അട്ടപടലം പരാജയപ്പെടും എന്നുള്ളതാണ്.